ആരാ? ഋഷി. ആ, ഞാൻ കരുതി തന്റെ വീട്ടിൽ നിന്നായിരിക്കുന്നു. ഡാഡി വയ്യാതിരിക്കല്ലേ, മമ്മിക്കാണെങ്കിൽ അവിടുന്ന് നീങ്ങാനും പറ്റില്ല. അപ്പൊ പിന്നെ വെറുതെ പാർട്ടിയുടെ കാര്യം പറഞ്ഞ. വരുൺ പേടിക്കണ്ട, അവരാരും വരില്ല. നിലവാരം കുറവാണ്, അവരെയൊക്കെ ആളുകളുടെ മുന്നിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും മമ്മി. മമ്മി ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം വരുൺ, ഒന്ന് കാണാൻ വരാൻ പോലും അവർക്ക് പേടിയാ. പിന്നെ ഇപ്പൊ ഞാനും നിർബന്ധിക്കാറില്ല. വരുൺ മമ്മിയുടെ പ്രിയപ്പെട്ട മോനല്ലേ. പക്ഷേ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനും പ്രിയപ്പെട്ടവളായിരുന്നു. അത് മറക്കരുത്. എന്താടാ? നത്തിങ്. പിന്നെ അവൾക്കെന്താ ഒരു മൂഡ് ഓഫ് പോലെ? ഒന്നുമില്ല. ഓക്കെ. ആ പിന്നെ ഞാൻ ആ ചക്രവർത്തി ഗ്രൂപ്പിനെ ഇൻവൈറ്റ് ചെയ്തു. നീ ബിസിനസ് പ്ലാൻ ചെയ്തപ്പോ നമ്മളൊരു ജോയിന്റ് വെഞ്ചറിന് ശ്രമിച്ചതല്ലേ? അന്ന് പിന്മാറിയവർ ഇന്ന് നിന്റെ വളർച്ച കാണട്ടെ. അത് വേണമായിരുന്നോ? വേണം. നിന്റെ ബിസിനസ് 100 കോടി വളർച്ചയെത്തിയതിന് ഒരാഘോഷം ഇവിടെ നടക്കുമ്പോ മിത്രങ്ങൾ ആരും ഉണ്ടായില്ലെങ്കിലും ശത്രുക്കൾ ഒരാളെ പോലും മറക്കരുത്. വരുൺ, നീ ആനന്ദനെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല. എന്തു പണിയാ കാണിച്ചത്? നമ്മുടെ ബിസിനസ്സിൽ ആദ്യം മുതലേ സഹായിച്ച ആളല്ലേ? അത് ഞാനാ പറഞ്ഞത് വിളിക്കണ്ടെന്ന്. ലാസ്റ്റ് സൺഡേ ഗോവിന്ദപ്പയ്യയുടെ പാർട്ടി ആരാ നശിപ്പിച്ചത്? അയാൾ ഒരുത്തനാ. അത് അയാളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട്. എന്ത് ഫ്രസ്ട്രേഷൻ? ശേഖർ, അയാൾ ഒരിക്കൽ പണക്കാരനായിരുന്നു. അന്ന് സൗഹൃദവും ബിസിനസ്സും ഒക്കെ നമുക്ക് നല്ലതാണ്. ഇപ്പോഴോ? കോടതിയിൽ പാപ്പർ ഹർജി ഫയൽ ചെയ്ത് വട്ടപൂജ്യമായി സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരാൾ. വിട്ടേക്കണം. പഴയതൊക്കെ വിട്ടേക്കണം. എനിവേ, അയാൾ ഈ പാർട്ടിക്കുണ്ടാവാൻ പാടില്ല. അയാൾ മാത്രമല്ല, അന്തസ്സില്ലാത്തതൊന്നും